മാർക്കറ്റ് 84,551 ഇപ്പോഴൊന്ന് ക്ലോസ് ചെയ്തത്. 349 പോയിൻ്റ് താഴ്ന്നിരിക്കുകയായിരുന്നു. അതേസമയത്ത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നമുക്ക് ഈ ആഴ്ചയുടെ ആരംഭത്തിൽ മാർക്കറ്റ് വളരെ മുകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് കണ്ടത്. ഇപ്പോഴേ താഴോട്ടുള്ള ട്രെൻഡും കാണുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ള ചിലപ്പോൾ 1-2 ആഴ്ച താഴേക്കുള്ള ഒരു ട്രെൻഡ് തന്നെ ആയിരിക്കും കാണുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിക്ഷേപകർ അവരുടെ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട സമയമാണ്. വളരെ നല്ല കമ്പനികളെല്ലാം തന്നെ വളരെ ചുരുങ്ങിയ നിലയ്ക്ക്, അതായത് 52 വീക്സ് ലോ ഒക്കെ എത്തിയ ധാരാളം നല്ല കമ്പനികളുണ്ട്. അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാനൊക്കെ ശ്രമിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ എക്കോണമി 200 മില്യൺ ആയിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥ അന്ന് നമ്മളുടെ ഒരു സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ 1952-51 കാലഘട്ടമാണ്. ആ കാലത്തൊക്കെ എല്ലാ സ്കൂളുകളിലും അമേരിക്കയിൽ നിന്ന് വരുന്ന പാൽപ്പൊടി വലിയ ഡ്രമ്മുകളിലായിട്ട് പാൽപ്പൊടി വരും. അത് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പാവപ്പെട്ട നാടുകൾക്ക് പ്രോട്ടീൻ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു അതൊക്കെ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ ഇന്നത്തെ ഒരവസ്ഥയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഫ്രഷ് മിൽക്കും ഫ്രഷ് എഗ്ഗും എല്ലാമാണ്. ആ നിലയിലേക്ക് എത്തി. എന്നതുപോലെ തന്നെ ടോട്ടൽ ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ആ 200 മില്യൺ ഉണ്ടായിരുന്ന നമ്മുടെ എക്കോണമിയിൽ നിന്ന് 1 ട്രില്യൺ എക്കോണമി 1000 ബില്യൺ എക്കോണമി ആക്കി മാറ്റാൻ എന്ന് പറഞ്ഞാൽ 1 ട്രില്യണിലേക്ക് എത്താൻ നമ്മൾ എടുത്തത് 61 വർഷമാണ്. അതായത് 2008 നമ്മൾ കാണുന്നത് 1 ട്രില്യൺ എക്കോണമി ആയിട്ടുള്ള ഇന്ത്യയെ കാണുന്നത് അന്നാണ്. പിന്നീട് 7 വർഷം കഴിഞ്ഞു. 2015 രണ്ടാമത്തെ ട്രില്യൺ ആയത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച് 2022 വീണ്ടും 7 വർഷം കഴിഞ്ഞപ്പോഴാണ് മൂന്നാമത്തെ ട്രില്യൺ എക്കോണമിയായി മാറിയത്. ഇപ്പോഴ് ഇന്ത്യൻ എക്കോണമി 4 ട്രില്യൺ എക്കോണമിയാണ്. 2025 നമ്മൾ കാണുമ്പോൾ 4 ട്രില്യൺ എക്കോണമിയാണ്. ഈ 4 ട്രില്യൺ എക്കോണമി എന്ന് പറയുമ്പോൾ അതിലുപരി നമ്മൾ കാണേണ്ടത് നമ്മുടെ GDP ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മറ്റു പല വികസിത നാടുകൾ US, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ് ഇങ്ങനെയുള്ള നാടുകളായിട്ടെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ മുമ്പിലാണ് നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ എത്തിയെന്ന് പറയുമ്പോൾ ഒട്ടും നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല അത്. ഓരോ ഇന്ത്യക്കാരനും അതിൽ അഭിമാനിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. 2026-2027 ആവുമ്പോൾ നമ്മുടെ എക്കോണമി 5 ട്രില്യൺ ആയാൽ അത്ഭുതപ്പെടാനില്ല. ഈ സന്ദർഭത്തിൽ ഇപ്പം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സെൻസെക്സ് ആരംഭിക്കുന്നത് 2079 അന്ന് 100 ഇന്നിപ്പോൾ ഞാൻ പറയുന്നു മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ സമയത്തും 84,000 നമുക്ക് കാണാൻ സാധിച്ചത്. 84,000 ആയി എന്ന് പറഞ്ഞാൽ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് 840 ഇരട്ടി ഗ്രോ ചെയ്തു. പെർസെൻറ്റേജ് അല്ല ഞാൻ പറയുന്നത്, ഇരട്ടി ഗ്രോ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു നാടിൻ്റെ എക്കോണമിയുടെ ബരോമീറ്റർ, അതിൻ്റെ പൾസ് അറിയാനുള്ള ഒരു ഇൻഡെക്സാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖ ഇൻഡെക്സ് സെൻസെക്സ് ആണ്. അതാണ് ഏറ്റവും പഴയ ഇൻഡെക്സും. അപ്പോൾ അതാണ് എല്ലാവരും കൂടുതൽ ഒരു മാനദണ്ഡമായിട്ട് കാണാറുള്ളത്. ഞാനൊക്കെ 76 ഇൻഡെക്സ് സെൻസെക്സ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ സെൻസെക്സ് ആരംഭിച്ചപ്പോൾ വലിയൊരു ആഘോഷമായിരുന്നു 1979. നമുക്ക് മാർക്കറ്റിൻ്റെ പൾസ് അറിയാനുള്ളൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ
1979 100 അതൊരു 500 തീരാൻ കുതിച്ചിട്ടുണ്ടായിരുന്നു. എന്നായിരിക്കും നമുക്കൊരു 500 കാണുക എന്നുള്ളത്. ആ അവസ്ഥയിലുള്ളതാണ് ഇന്ന് 84,000 എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പല അന്തർദേശീയ പ്രമുഖരായിട്ടുള്ള കൺസൾട്ടൻ്റ് എല്ലാം പറയുന്നത് ഇന്ത്യൻ സെൻസെക്സ് 6 ഡിജിറ്റാകും, അതായത് 1,00,000 കാണും എന്നാണ് അവരെല്ലാം പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ഒന്നും അല്ല പറയുന്നത്, വിദേശ നാടുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ആ ലെവലിൽ എത്തുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് സെൻസെക്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, സെൻസെക്സ് ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ 84,000 ഉള്ളത് 1,00,000 ആയി എന്ന് പറയുമ്പോൾ എത്രമാത്രം നേട്ടമാണ് ഉണ്ടാവുക. അത് മിക്കവാറും 1-2 വർഷം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിദേശ നാടുകൾ തന്നെ പറയുന്നു. അപ്പോൾ എത്രമാത്രം, കാരണം എന്ത് കാര്യത്തിനും ന്യൂനത കാണാൻ വേണ്ടിയിട്ട് ചുഴിഞ്ഞു നോക്കുന്നവരാണ് പല വിദേശ നാടുകളും. അങ്ങനെയുള്ള നാടുകൾ തന്നെ ഇന്ത്യയുടെ വളർച്ചയിൽ അഭിമാനത്തോടു കൂടി നമ്മൾ കാണേണ്ട കാര്യം വിദേശ നാട്ടുകാർ തന്നെ പറയുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അതിൽ സത്തയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ നമ്മളൊക്കെ ചെയ്യേണ്ടത്, നമ്മൾ വലിയ ഗവേഷണം നടത്തി ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകേണ്ടതില്ല. വളരെ സിമ്പിളായിട്ട് ഒന്നുകിൽ SIP ചെയ്യുക, അല്ലെങ്കിൽ സെൻസെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ETF, സെൻസെക്സിൻ്റെ ETF കിട്ടും, അതിൽ ചെയ്താൽ മതി, മറ്റൊന്നും കാണണ്ട. വലിയ പഠനം നടത്തേണ്ട, ഗവേഷണം നടത്തേണ്ട, ഇതൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയിൽ നമുക്കെല്ലാവർക്കും പങ്കാളിയാവാൻ സാധിക്കും. പക്ഷേ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ആ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മടി കാണിക്കും. കാരണം ആരെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഖത്തറിൽ നിന്നൊരാൾ ഒരു സൈറ്റ് എനിക്ക് അയച്ചു തന്നു, അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഫ്രീ ആണ്, അതിന് ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നില്ല, ഒരു കണ്ടീഷനാണ് അദ്ദേഹം പറഞ്ഞത്. അവർ ഫ്രീ ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ചെറിയ ഐലൻഡിലാണ് ആ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ സൈറ്റിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആരെയും ഇൻവൈറ്റ് ചെയ്യുന്നില്ല, ഞങ്ങളുടെ അടുത്ത് വരുന്നവരോ മനസ്സാലെ വരുന്ന ആളുകളാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള നിലയ്ക്ക് പറയുന്ന ഒരു വെബ്സൈറ്റ് ഒരാളുടെ കയ്യിലെത്തിയപ്പോൾ അദ്ദേഹം ഇത് ശരിയാണോ, ഇത് അവർ വാഗ്ദാനം ചെയ്യുന്നത് ബ്രോക്കറേജ് ഇല്ലാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ ചെയ്തവർക്ക് അത്ര കിട്ടിയിട്ടുണ്ട്, ഇത്ര കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ്. ഈ ഫ്രീ എന്ന് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു എടുത്തുചാട്ടം ഉണ്ടാവും. അതാണ് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ നമ്മുടെ അദ്ദേഹം ഖത്തറിലിരുന്ന് കണ്ട കാര്യമാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഇത് നടക്കുന്നു. ഇപ്പോൾ ദിവസം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പത്രങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈ റിട്ടേൺ കിട്ടും എന്നുള്ള പേര്. ഇന്നലെ തന്നെ ദുബായ് പോലീസ് ആ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഇവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഫ്രീ ആണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് സംഗതികൾ, ഓൺലൈൻ അവസരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് 10% വരെ ഡെയിലി റിട്ടേൺ കിട്ടും എന്ന് പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം, എവിടെ അമിത ലാഭമുണ്ടോ അവിടെ നിന്ന് 4 കാതം അകലെ നിൽക്കണമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വളരെ അറിയപ്പെടുന്ന ഒരു ചൊല്ലാണത്. അപ്പോൾ എന്തിന് നമ്മൾ അങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ അതിലെടുത്ത് ചാടുന്നത്? അല്ലാതെ തന്നെ നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പരിപൂർണ നിയന്ത്രണത്തിൽ നടക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നതുപോലെ തന്നെ UAE-യിലാണെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റിയാണ് ഇവിടെ സെബിക്ക് തുല്യമായിട്ടുള്ള സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ
ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനത്തിനും ഇവിടെ ലീഗലായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ആളുകൾ പറയും അവർക്ക് വെബ്സൈറ്റുണ്ട്, അവർ പറയുന്നു ഇങ്ങനെ ഞങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു സത്യമായിരിക്കും, പക്ഷേ ലീഗലല്ല എന്നുള്ളത് മാത്രം പരിശോധിക്കാത്തത്. അപ്പോൾ ചിലർ പറയുന്നു അവരുടെ ഓഫീസ് അതിമനോഹരമായ ഓഫീസാണ്, ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ബിസിയാണ്. ഇതൊക്കെയാണ് മാനദണ്ഡമായിട്ട് പറയുന്നത്. ഈ കെട്ടിലും മട്ടിലും ഉള്ള ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കാണിക്കും, പക്ഷേ ഈ സെബിയുടെ ഉൾപ്പെടെയുള്ള ഈ അംഗീകാരമുണ്ട് എന്ന് നമുക്ക് അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ വെബ്സൈറ്റ് സെബിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ SEBI.com SEBI സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അവരുടെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം ആണ് ബ്രോക്കറേജ് ഹൗസസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് കാണാം. അതുപോലെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് 45 മറ്റോ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, അതിൻ്റെ പേര് മുഴുവൻ നമുക്ക് കാണാം സെബിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ. എന്നതുപോലെ തന്നെ ഇൻഷുറൻസ് സ്കീമുകളുണ്ട്, അത് IRDAയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഇതെല്ലാം നമുക്ക് ഉണ്ടാകുമ്പോൾ ഒരു ദിവസത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എത്രയോ സൈറ്റുകൾ പരിശോധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം ഒരു കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ്, അതിനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ആ വെബ്സൈറ്റുകൾ പരിശോധിക്കുക, അതെവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, എന്താണ് അവർക്കുള്ള ഇത് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടോ, അംഗീകാരമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ചുകൂടെ? അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ലേ ഇത്രയും പണം നഷ്ടപ്പെട്ടു പോകുന്നത്. എത്രയോ ആളുകൾക്ക്, ഇവിടെയുള്ള പല സുഹൃത്തുക്കൾക്കും എന്നോട് സംസാരിച്ച 1,00,000 ദർഹം നഷ്ടപ്പെട്ടവർ പോലും എൻ്റെ അറിവിൽപ്പെട്ടിട്ടുണ്ട്. ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഇവിടുത്തെ അധികാരികൾ തന്നെ അവരെ തമാശ ആയിട്ട് കാണും. ഇവരൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലൈൻ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഞങ്ങളെ സമ്മതത്തോടു കൂടിയാണ് അതെല്ലാം ചെയ്തത്, നിങ്ങളിത് പരിശോധിച്ചിട്ടാണോ ചെയ്തതെന്നൊക്കെ അവർ ചോദിച്ചാൽ അവർക്ക് ഒന്നും തന്നെ നിസ്സഹായരാണ്. ഇവിടുത്തെ അധികാരികൾ നിസ്സഹായരാണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ തലവെച്ച് കൊടുക്കുമ്പോൾ. അങ്ങനെയുള്ളൊരവസ്ഥ. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത ദിവസം വളരെ വിശദമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു വാണിംഗ് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രവാസികൾ വന്നതിന് ശേഷം നമ്മളുടെ സാമ്പത്തികമായ ഉന്നതിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം ഈ നാട്ടിൽ വന്നിട്ടുള്ളത്. ഈ നാട് എന്തെല്ലാം ഗുണഗണങ്ങൾ ഒരു നാടിനുണ്ടോ അതൊക്കെ നമുക്ക് ഈ നാട്ടിനുണ്ട്. അതേ സമയത്ത് എൻ്റെ സുദീർഘകാലത്തെ 50 ദശാബ്ദത്തിൽ കൂടുതൽ ജീവിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ഈ നാട്ടിൽ സത്യസന്ധമായി ജോലി ചെയ്യുക, സത്യസന്ധമായിട്ടുള്ള വിധത്തിലുള്ള മാർഗങ്ങൾ ബിസിനസ്സിനോ നിക്ഷേപത്തിനോ അവലംബിക്കുക, ഇങ്ങനെ ചെയ്യുന്ന ഒരാളുകളെയും നിരാശപ്പെടുത്തി നാടയക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ എക്കോണമി വലിയ രീതിയിൽ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ആദ്യത്തെ ആ ഒരു 1 ട്രില്യണിലേക്ക് എത്താനായിട്ട് ഏതാണ്ട് 6 പതിറ്റാണ്ട് വേണ്ടി വന്നു. അതിനുശേഷം വളരെ വേഗത്തിലുള്ളൊരു കുതിപ്പ് നമുക്ക് ഈ ബാക്കി 4ലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ 3-ൽ നിന്ന് 4ലേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വലിയ കുതിച്ചുചാട്ടം നമ്മുടെ എക്കോണമിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കൂടുതൽ നിക്ഷേപകരെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് വിദേശ നിക്ഷേപകർ റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത്. കാരണം പല മേഖലയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം അവരുടെ നാട്ടിൽ അതിന് അവസരങ്ങളില്ലാത്തത് കൊണ്ടല്ല. ഇത്രയും നല്ലൊരു എക്കോണമി ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ചൈനയും ഇന്ത്യയും നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ, ലോകത്തിൻ്റെ ഫാക്ടറിയാണ് ചൈന എന്നാണ് പറയുക. ലോകത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് ചൈന നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളൊരവസ്ഥയാണ്. അതേ സമയത്ത് ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ 65% എക്സ്പോർട്ട് ചെയ്യുകയാണ്.
ട്രംപ് വന്നതിന് ശേഷം ഭീമമായിട്ടുള്ള ഡ്യൂട്ടി ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ചൈനീസ് എക്കോണമിക്ക് വലിയൊരു ഷെയ്ക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതേസമയത്ത് ഇന്ത്യയുടെ സ്ഥിതി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ 65% ആഭ്യന്തരമായിട്ടുള്ള കൺസംഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് അത്രമാത്രം പർച്ചേസിങ് പവർ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആ സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ സന്ദർഭങ്ങളിൽ മാർക്കറ്റ് ഇന്ത്യൻ എക്കോണമിക്കുള്ള ആ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസം മുമ്പാണ് നമ്മുടെ GST പെർസെൻറ്റേജ് പലതിലും കുറച്ചു. GST കുറച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വികസനത്തിന് ഉപയോഗിക്കാൻ ആവശ്യമായ സാമ്പത്തിക വിഭവം കിട്ടുന്നത് കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ എന്തുണ്ടായി, കൺസംപ്ഷൻ കൂടി. അതിനോടൊപ്പം സാധനങ്ങൾ വില കുറയുമ്പോൾ ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന അവസ്ഥ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള GST കളക്ഷനേക്കാൾ കൂടുതലാണ് ഈ സന്ദർഭത്തിൽ കിട്ടിയിട്ടുള്ളത്. അതായത് GST കുറച്ചിട്ടും കളക്ഷൻ കൂടുതലായി എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രയോ കൂടുതലാണ് ഇൻകം ടാക്സ് ആളുകൾ പേ ചെയ്തിട്ടുള്ളത്. ഇൻകം ടാക്സ് കൂട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ എന്നാൽ തന്നെ ഇൻകം ടാക്സ് പേ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, അതുപോലെ പേ ചെയ്ത എമൗണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന വിവിധ കാര്യങ്ങളായിട്ട് നമുക്ക് ഊന്നിപ്പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം അനുഭവിക്കണമെങ്കിൽ, നാം ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ഇത്രയും കാര്യങ്ങൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ നാടിൻ്റെ വികസനത്തിൽ നമ്മളും പങ്കാളിയാവുക. നമ്മൾ അതിന് പകരം ചെയ്യുന്നത് എന്താണ്? നമ്മൾക്ക് പ്രവാസികളായിട്ടുള്ള നമ്മൾ ഭാഗ്യവന്മാരാണ്. ധാരാളം സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൊയ്തവരാണ്. ഇന്ന് രാവിലെ ഞാൻ ഒരാളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇവിടെ എത്രയോ കാലം ജീവിച്ചു, ആ ജീവിച്ച സമയത്ത് 30 വർഷം ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എനിക്ക് എന്തെങ്കിലും നിക്ഷേപം നടത്താൻ തുടങ്ങണം, ഇപ്പോൾ ആരംഭിക്കണം, ഇനി 9 വർഷമേ ഇനി ഇവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, സകുടുംബം എത്ര കാലം ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു 20 മാസം പോലും ജീവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊരു മനുഷ്യനോട് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ, താങ്കൾ ഇപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ 9 വർഷം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നാട്ടിലേക്ക് ഇപ്പോൾ പോവുകയാണെങ്കിൽ, നിർഭാഗ്യവശാൽ ഇപ്പോൾ പോകേണ്ടി വരികയാണെങ്കിൽ, താങ്കൾക്ക് ജീവിക്കാനുള്ളതൊരു വരുമാന മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വട്ടപൂജ്യത്തിലാണ്, 0 ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ വ്യക്തിയോട് വീണ്ടും ഞാൻ ചോദിച്ചു, താങ്കൾ ഇത്രയും കാലം ജീവിച്ചു എന്ന് പറയുന്നു UAE-യിൽ, ഇത്രയും കാലം ജീവിച്ചിട്ട് താങ്കളുടെ കയ്യിൽ ആ സമയത്ത് എത്രയോ പണം കയ്യിൽ വന്നു, ഒരു മനക്കണക്ക് എങ്കിലും പറയാൻ പറ്റുമോ ഇത്രയും കാലം കൊണ്ട് എൻ്റെ കയ്യിൽ ഇത്രയും പൈസ വന്നിരുന്നു എന്നുള്ളത്? അതൊന്നും ചോദിക്കാതിരിക്കല നല്ലത്. അദ്ദേഹം പറഞ്ഞത്, ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും. കാരണം കിട്ടിയത് മുഴുവൻ ചെലവഴിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാവുക? അപ്പോൾ നിരന്തരമായിട്ട് എത്ര വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് വരുമാനമായിട്ട് നിങ്ങൾ കച്ചവടക്കാരനാണെങ്കിലും ജോലിക്കാരനാണെങ്കിലും, കച്ചവടക്കാരനാണെങ്കിലും കിട്ടുന്ന വരുമാനത്തിൽ നിശ്ചയസംഖ്യ മാറ്റിവെച്ച് ബാക്കിയുള്ളതേ കച്ചവടത്തിൽ ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. അത് കച്ചവടം അല്ല, ഒരു ജോലിയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണോ അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 20% അങ്ങ് മാറ്റിവെച്ച് ബാക്കി വരുന്നതുകൊണ്ട് ജീവിക്കാൻ ശീലിക്കുക. അത് മാത്രമേ ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കൂ. ഇപ്പോൾ ഈ പറഞ്ഞ കിട്ടുന്ന വരുമാനത്തിൻ്റെ 20% നമ്മൾ മാറ്റിവെച്ച് ബാക്കി വരുന്നത് എത്രയാണോ 80%, അതാണ് എൻ്റെ ഇൻകം എന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിക്കുന്ന കാര്യത്തിലും
ഇവിടെ എത്ര ചിലവാക്കണം, എൻ്റെ കുടുംബത്തിന് എത്ര വേണം എന്നുള്ള ഏകദേശ ഐഡിയ ഒക്കെ നമുക്കുണ്ടല്ലോ. ആ ഐഡിയ എന്ന് പറയുന്നതാണ് ഞാൻ എപ്പോഴും 4 കാര്യങ്ങളാണ് എല്ലാവരോടും പറയാറ്. ഒന്ന്, നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. രണ്ടാമത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. മൂന്നാമത് സേവിങ് മെൻറ്റാലിറ്റി വേണം. നാലാമത് ആ സേവ് ചെയ്ത സംഖ്യ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്വഭാവം വേണം. ഈ 4 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമ്മുടെ ഭാവി സുരക്ഷിതമാവുള്ളൂ. അത് വൈകിട്ടില്ല. ഇപ്പോൾ 9 വർഷമായുള്ളൂ ഞാൻ വൈകിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന 4000 തരം ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾ ഇതുവരെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ആ 4000ത്തിൽ നിന്ന് 25% മാറ്റി വെക്കുക, 1000 തരം മാറ്റി വെക്കുക. 3000 കൊണ്ട് താങ്കൾ നാട്ടിലും ഇവിടെ ആയിട്ട് ജീവിക്കൂ. അത് ആ ത്യാഗം ചെയ്താൽ മാത്രമേ താങ്കൾക്ക് രക്ഷയുള്ളൂ. ആ 10 വർഷം 25,000 വെച്ച് മാറ്റിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 20,000 വെച്ച് മാറ്റിവെക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഒരു നല്ല SIP ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിനിമം 50 ലക്ഷം ഉറുപ്പിക ഉണ്ടാവും. 50 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം 30,000 ഉറുപ്പിക ഡെയിലി 1000 ഉറുപ്പിക എന്ന നിലയ്ക്ക് അതിൽ നിന്ന് SWP ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ ഓരോരുത്തർക്കും വേണം. അതുപോലെ തന്നെ ഈ NTVയിൽ 18 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ പ്രോഗ്രാം ചെയ്തു തുടങ്ങിയിട്ട്, ഇതിലിടയ്ക്ക് ഇത് സശ്രദ്ധം ശ്രദ്ധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപം തുടങ്ങിയ ആയിരക്കണക്കിന് ആളുകളെ എനിക്കറിയാം. ഈ ഓരോ വ്യക്തിയും ഉണ്ടായിട്ടുള്ള ഭാഗ്യവാന്മാരാണ്. ഒരു ഭാഗ്യവാന്മാരെ സൃഷ്ടിക്കുകയാണ് NTV ചെയ്യുന്നത്, മഹാഭാഗ്യവാന്മാരെ. ആ വ്യക്തികൾ ഓരോരുത്തരും ചെയ്യേണ്ടത് തന്നെപ്പോലെ മറ്റുള്ളവരെയും ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക. നമ്മുടെ സഹജീവികൾ നന്നാവട്ടെ, നമ്മൾ നന്നായതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ സുഹൃത്തുക്കളും നന്നാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. നമുക്കുണ്ടായിട്ടുള്ള നേട്ടം എങ്ങനെയായിരുന്നു, എങ്ങനെ അത് സാധിച്ചു എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോട് പറയുക, അവരെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എത്രയോ ഭാഗ്യമുള്ള സമൂഹമായി തീരും. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് 2 ലക്ഷം കോടി ഉറുപ്പിക പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ചില ഫിഗേഴ്സ് കൂടി അതിനെ കോറിലേറ്റ് ചെയ്യേണ്ടതുണ്ട്. 3,45,00,000 കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 2.67% ഇന്ത്യയുടെ ടോട്ടൽ ജനസംഖ്യയുടെ എത്രയോ തുച്ഛമായിട്ടുള്ള പെർസെൻറ്റേജാണ് കേരളത്തിൻ്റേതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ചെറിയ പെർസെൻറ്റേജ് വരുന്ന 3% താഴെ വരുന്ന ജനങ്ങൾ, കേരളത്തിനുള്ള പ്രവാസികളാണ് ഇന്ത്യക്ക് ടോട്ടൽ ലഭിക്കുന്ന റെമിറ്റൻസിൻ്റെ 20% അയച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് കാണുമ്പോൾ എത്ര അത്ഭുതമുള്ള കാര്യമാണ്. അത്രയും എമൗണ്ട് വന്നിട്ടുള്ളത് ഈ കൊച്ചു കേരളത്തിലേക്കാണ്. എന്നിട്ട് അത് നമ്മൾ എന്തു ചെയ്തു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തിലുള്ള വരുമാനത്തിനേക്കാൾ കൂടുതലാണ് വിദേശ നാടുകളിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. അത് സർക്കാരായിട്ട് അതിന് ഏതെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സെങ്കിലും വേണം. ആ മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യവസായം തുടങ്ങൂ, വ്യാപാരം തുടങ്ങൂ, മറ്റു പദ്ധതികൾ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിന് 100 ന്യായങ്ങൾ പറയാനുണ്ടാവും. നോക്കുകൂലിയുണ്ട്, മറ്റേ പ്രശ്നങ്ങളുണ്ട്, അത് എന്ന് പറഞ്ഞിട്ട് നിരവധി കാര്യങ്ങൾ നിരത്തി വെക്കും. പക്ഷേ നമ്മൾ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ വ്യത്യസ്തമാണ്. ഇന്ന് മുമ്പുണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴ് ഈ പറയുന്ന നോക്കുകൂലിയുടെ സംഭവമാണ്, അല്ലെങ്കിൽ ഹർത്താൽ, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. അതേ സമയത്ത് നിരവധി അവസരങ്ങൾ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ വിശാലമായിട്ടുള്ള വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഉപയോഗിക്കാത്ത ബെഡ്റൂമുകളുണ്ട്. അത്രയും സ്ഥലം, ഒരു ബെഡ്റൂമിൻ്റെ സ്ഥലം ഉണ്ടെങ്കിൽ
ഒരു വീട്ടിൽ അംഗങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ ഇതുകളുണ്ട്. ഇന്ന് എല്ലാ ഷോപ്പുകളിലും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ബില്ല് കിട്ടുന്നു. ആ ബില്ല് കിട്ടാൻ എൻ്റെ പേര് സാധാരണ നമ്മൾ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലിപ്പ് നമുക്ക് കിട്ടുന്നില്ലേ, അത് പ്രത്യേക പേപ്പറാണ്. ആ പേപ്പർ റോൾ ഉണ്ടാക്കുന്ന ഒരു വീട്ടിലിരുന്ന് 1-2 ആൾക്ക് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ ഇന്ത്യ മുഴുവൻ ധാരാളം ആവശ്യമുള്ള ഒരു സാധനം കൂടിയാണത്. അപ്പോൾ ഇത് നിർമ്മിക്കാൻ അതിന് ചെറിയ ഒരു മെഷീനേ ആവശ്യമുള്ളൂ. നമ്മൾ പാഴാക്കി കളയുന്ന മൊബൈൽ ഇങ്ങനെ ഇരുന്ന് സമയം കളയുന്ന സമയം ഇതിന് വേണ്ടി ചിലവാക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 500 റുപ്പിയെങ്കിലും ഈ ചെറിയൊരു മെഷീൻ വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം കൊണ്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധിക്കും. എന്നതുപോലെ തന്നെ ഇന്ന് പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് വന്നിരിക്കുകയാണ്. ആ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ ബാഗ് ആണ് ഉപയോഗിക്കുന്നത്. ഈ പേപ്പർ ബാഗ് പോലും ചെറിയ സൈസിലുള്ള പേപ്പർ ബാഗ് ഒരു സാധാരണ ഒരു ടേബിൾ, കുട്ടികൾ സ്റ്റഡി ടേബിളിൻ്റെ വലിപ്പമുള്ള ടേബിളുമേൽ ഫിക്സ് ചെയ്യാവുന്ന ഒരു മെഷീൻ കൊണ്ട് ഇത് നിർമ്മിച്ച് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഷോപ്പുകളിൽ കൊടുത്താൽ പോലും വരുമാനം കിട്ടുന്ന വരുമാനത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തിരിച്ചു പോയ ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് തിരിച്ചു പോയാൽ ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഇത് 1 ലക്ഷം ഉറുപ്പികയിൽ താഴെ വിലയുള്ള ഒരു മെഷീൻ വാങ്ങിച്ചു വെച്ച് ആ അഗ്രോ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ചവറയിലാണെന്ന് തോന്നുന്നു ഒരു സ്ഥാപനമുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കും. ആ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ആ മെഷീൻ എവിടുന്ന് കിട്ടും, ആ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കണം, അതിനുള്ള റോ മെറ്റീരിയൽ എവിടുന്ന് കിട്ടും, ഇതെല്ലാം അവിടെ വെച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, നമ്മളെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. എന്നിട്ട് അത് കൊണ്ടുവന്ന് ഇൻസ്റ്റൽ ചെയ്യുന്നു, ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതുപോലെ സ്ഥാപനങ്ങളിൽ പോയാൽ കിട്ടും. ഇതിന് പുറമെ ചെറുകിട വ്യവസായ, കുടിൽ വ്യവസായ പ്രോത്സാഹന ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഉണ്ട്. അതിനൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നു എന്ന് പലരും എന്നോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിലെ പോലെയല്ല, വളരെയധികം സഹകരണ മനോഭാവമുള്ള, സഹായ മനോഭാവമുള്ള ആളുകളുണ്ട്, അവർ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 2 കാര്യമാണ്. ഇനിയും വൈകിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു 10% മാറ്റിവെച്ച് ഇതിങ്ങനെ വല്ലതും ചെയ്യണമെന്ന ലക്ഷ്യത്തിലും അതുപോലെ 10% മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ജീവിക്കുന്ന സുഹൃത്തുക്കൾ ആരോഗ്യവാന്മാരായിട്ടുള്ള പല ആളുകളുമാണ് 55-60 വയസ്സിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ആ ഒരു മനസ്ഥിതി, ഞാൻ സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ ജീവിക്കും എന്നുള്ള ഒരു മനസ്സോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ സുഖസന്തോഷമായി ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിരവധി നിർദ്ദേശങ്ങൾ എനിക്ക് നൽകാൻ സാധിക്കും. അതുകൊണ്ട് SIP വീണ്ടും ഓർമ്മിക്കുന്നു, അത് നിർബന്ധമായിട്ട് ചെയ്യുക. അതിനും പുറമെ നാട്ടിൽ ചെന്ന ഇങ്ങനെയുള്ള വല്ല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അതുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു റിട്ടേൺ ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡിൽ എനിക്കൊരു പ്രത്യേകത തോന്നിയത്, സാധാരണ നിക്ഷേപത്തിനുള്ള പല മാർഗ്ഗങ്ങൾ സാർ പറഞ്ഞു കൊടുക്കുന്നത്, ഒപ്പം തന്നെ ഇന്നൊരു തൊഴിൽ സാധ്യത കൂടി പങ്കുവയ്ക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി ഉള്ള ഒരു സഹായമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്.
വളരെ വേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയുടെ ഭാഗമാണ് നമ്മൾ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ഇനിയും അതിൻ്റെ കുതിപ്പ് തുടരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആ നിലയ്ക്ക് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എക്കോണമി അത് വളരെ വേഗം തന്നെ ലോകരാജ്യങ്ങളുടെ മുന്നിലേക്ക് തന്നെ തലയെടുപ്പോടു കൂടി തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്ന് തന്നെയാണ് മാർക്കറ്റിലെ സൂചനകൾ വ്യക്തമാക്കുന്നതും. അതുതന്നെയാണ് സാർ ഇന്നത്തെ ടോക്കിൽ പ്രത്യേകമായും ഊന്നി പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾക്ക് കൃത്യമായും സാറിനെ ബന്ധപ്പെടാനുള്ള നമ്പറുകളാണ് നമ്മൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്നത്. 0556467801 എന്നുള്ള നമ്പർ. ഒപ്പം തന്നെ ദുബായിൽ 0435555900 എന്നുള്ള നമ്പറിൽ അദ്ദേഹത്തെ കിട്ടും. സാറിൻ്റെ പേഴ്സണൽ നമ്പറിലാണെങ്കിൽ 0657325555 എന്നുള്ള നമ്പറിലും ഒപ്പം തന്നെ kvshams@gmail.com എന്നുള്ള വെബ്സൈറ്റ് അഡ്രസ്സിലും സാറിനെ വിവരങ്ങൾ ചോദിക്കാനായിട്ടും വിവരങ്ങൾ തേടി അതിനുള്ള മറുപടികൾ നേടാനുമുള്ള അവസരം പ്രേക്ഷകർക്കുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം.